പാർട്ടി എന്താണ് ഈ വിഷയം വന്ന സമയത്ത് തന്നെ ചേച്ചി പറഞ്ഞതുപോലെ കേസുകളോ മറ്റോ ഒന്നുമില്ലാതിരുന്നിട്ടും കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായ ഒരു നിലപാടെടുക്കുകയും രാഹുലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം രാഹുൽ നിയമസഭയിൽ വന്നിരുന്നു. അതിനുശേഷം ഇപ്പൊ പരിപാടികളിൽ സജീവമായി. അതെ, അതായത് ആൾക്കാരുടെ സപ്പോർട്ട്, കോൺഗ്രസ്സുകാർ പോലും ഇപ്പോ ഒഫീഷ്യലി പാർട്ടി രാഹുലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ എല്ലാം ഒരു വലിയ വിഭാഗം തന്നെ രാഹുലിന് പിന്നിലുണ്ടായിരുന്നു. പിന്നെ എന്താണ് മന്ത്രിമാർക്കൊപ്പം ശിവൻകുട്ടിയോടൊക്കെ ഒപ്പം വേദി പങ്കിട്ടു. അപ്പോഴൊന്നും രാഹുലിനെതിരെ വലിയ വിമർശനങ്ങളോ വീണ്ടും എന്താണ് എല്ലാം ഒന്ന് കെട്ടടങ്ങി നിൽക്കുന്നു. രാഹുൽ വീണ്ടും സജീവം പ്രവർത്തകനാകുന്നു, അല്ലെങ്കിൽ വീണ്ടും സജീവമായി പാലക്കാട് വരുന്നു. ആ സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിഷയം വരുന്നു. എന്താണ് CPM-ന്റെ ഏറ്റവും അടുത്ത ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും രാഹുലിനെതിരെ വളരെ പെട്ടെന്ന് തെളിവുകൾ പുറത്തു വരുന്നു. ഇതിന്റെ അകത്ത് രാഹുൽ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ പെൺകുട്ടി എന്തുകൊണ്ട്, എന്റെ സംശയമാണ് ചേച്ചി, എന്തുകൊണ്ട് ഈ പെൺകുട്ടി പരാതിയുണ്ട്, അല്ലെങ്കിൽ എന്താണ് അത്രത്തോളം സ്നേഹിച്ച ഒരാൾ വഞ്ചിക്കുമ്പോൾ എന്തുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല? രാഹുലിനെ തകർക്കാനായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് അപ്പുറം മറ്റെന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇപ്പം ഞാൻ ഇരയാക്കപ്പെട്ടു എന്ന് ആ പെൺകുട്ടിക്ക് തോന്നുന്നുണ്ട്, പ്രതികരിക്കണമായിരുന്നെങ്കിൽ രാഹുൽ സ്ഥാനാർത്ഥിയായ സമയത്ത് പ്രതികരിക്കാമായിരുന്നു.